ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. അതെ. ചേട്ടനെ എന്തിനാ അവർ ഉപദ്രവിച്ചേ? അവരാരാണെന്നൊന്നും എനിക്കറിയില്ല മോളെ. ഞാൻ കുമാരൻ. പണ്ടൊരു പത്രമൊക്കെ ഉണ്ടായിരുന്നു, കാഹളം. ആദ്യം എനിക്ക് കുറച്ച് വെള്ളം വേണം. ദേ അവിടെ നിന്നൊരു ഐസ്ക്രീമും. അവിടുന്ന് തന്നെ വേണോ? ആ എന്തേലാവട്ടെ, നമുക്കേ ആദ്യം വേണ്ട എന്താന്ന് വെച്ചാ അവിടുന്ന് തുടങ്ങാം. അതുപോലെ ആ നവാ ചെരുപ്പെടുക്ക്. അപ്പൊ ആദ്യം ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം. ആദ്യം ഐസ്ക്രീം കഴിച്ച്, പിന്നെ മന്തി കഴിച്ച്, പിന്നെ അത് ഇത്, പിന്നെ അച്ഛന്റെ കയ്യിലെ കാശൊക്കെ കളയണം കേട്ടാ. നീ ഇപ്പോഴും ഉപ്പുകാറ്റും കൊണ്ട് നിൽക്കുവാണോ? ഏയ്, ഞാൻ ചുമ്മാ അങ്ങനെ നിന്നേ ഉള്ളൂ. ഇവിടുന്ന് മധുരയ്ക്ക് ബസ് കിട്ടും, അതിന്റെ സമയമായി വരുന്നേ ഉള്ളൂ. അവിടെ പോയി വല്ല തമിഴത്തി ഡോക്ടർമാരെ വെച്ച് അങ്ങാത്തം കൂടിയെന്നെങ്ങാനും ഞാൻ അറിയാലോ എന്നെ. സർജിക്കൽ ബ്ലേഡ് എന്റെയിലും ഉണ്ട്. ഓ പിന്നെ, നീ MBBS പഠിക്കുന്നത് ആളെ ചികിത്സിക്കാനാണോ അതോ മറ്റുള്ളവരുടെ പണിക്കുറ്റം തീർക്കാനായിട്ടാണോ? ആ, പഠിച്ചിറങ്ങിയ എന്താവൂന്നൊന്നും എനിക്കറിയില്ല. പഠിക്കാൻ ബുക്ക് തുറന്നാ നിന്റെ തിരുമോന്തയല്ലേ കാണുന്നേ. എന്റെ കാര്യം പോക്ക. നീയെങ്കിലും ചൊവ്വായ പട്ടിണി കൂടാതെ നമുക്ക് ജീവിക്കാം. നിക്കണോ? മെഡിക്കൽ കോൺഫറൻസ് എത്ര ദിവസം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം. അതെ, ഫോൺ ഞാൻ വെക്കുവാണേ. എന്താടാ, ബസ് വന്നോ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇദ്ദേഹത്തിന്റെ പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പാടില്ലേ? ഇദ്ദേഹം എന്ത് ചെയ്തിട്ടാ പറഞ്ഞു തീർക്കാൻ പാടില്ലേ? എന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നേ? ഇയാളെ സ്കെച്ചിട്ട് വന്നതാ ഞങ്ങള്. നീ ഇടപെട്ട ഇയാൾക്കൊപ്പം നീയും അടി വാങ്ങിക്കും. എന്നാ ഒന്ന് കാണണമല്ലോ. വേണ്ട, അയാളൊന്നും ചെയ്യരുതെന്ന് വിടാനാ. അതെ, എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ ലിസ്റ്റ് ഇങ്ങോട്ട് തരിക കേട്ടാ. എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചു വെച്ചോളാം. പിന്നെ അത് വാങ്ങിച്ചെന്നില്ല, ഇത് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കംപ്ലൈന്റ് ചെയ്യരുത് കേട്ടാ. വിഷ്ണുട്ടാ, അവിടെ അത് പ്രകാശല്ലേ? തനിക്ക് പരിചയമുണ്ടോ അയാളെ? ആ ഉണ്ട്. വിഷ്ണുട്ടാ, അവരെ ഒന്ന് തടയേ. എടാ, ഇതാ വിഷ്ണു അല്ലേ? ഇടിവള. അതെ അതെ, മുട്ടാൻ നിൽക്കണ്ട, നമ്മുടെ കൈക്ക് നിൽക്കത്തില്ല. എന്താ എന്താ പ്രശ്നം? എന്താ പ്രകാശേ, നീ എന്താ ഇവിടെ? ചേച്ചി, ഞാനൊരാളെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അപ്പോഴാ ദേ ഈ മനുഷ്യൻ അവന്മാർ ഉപദ്രവിക്കുന്നത് കണ്ടത്. വിഷ്ണുട്ടാ, ഇത് പ്രകാശ്. ഞാൻ പഠിക്കാനായിട്ട് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ പ്രകാശ. ഓ വിഷ്ണുവേട്ടാ, എനിക്കങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? അങ്ങനെ വിളിച്ചോ? ചേച്ചി എനിക്ക് തന്നത് ചെറിയൊരു സഹായമൊന്നുമല്ല.
എന്റെ വീടും വീട്ടുകാരും ഒക്കെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയപ്പോ എന്നെ സഹായിച്ചത് ശാലിനി ചേച്ചിയായിരുന്നു. എന്റെ കാണപ്പെട്ട ദൈവമാണെന്ന് തന്നെ പറയാം. ചേച്ചി, എന്തായി കാണിക്കുന്നേ? അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ മധുരയിൽ ഒരു മെഡിക്കൽ കോൺഫറൻസിന് പോവാ. ഇങ്ങനെ ചേച്ചിയുടെ അനുഗ്രഹം കിട്ടി പോവാൻ കഴിഞ്ഞല്ലോ. മോള് ശാലിനിയല്ലേ? ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. അതെ. ചേട്ടനെ എന്തിനാ അവർ ഉപദ്രവിച്ചേ? അവരാരാണെന്നൊന്നും എനിക്കറിയില്ല മോളെ. ഞാൻ കുമാരൻ. പണ്ടൊരു പത്രമൊക്കെ ഉണ്ടായിരുന്നു, കാഹളം. എനിക്ക് കുറച്ച് വെള്ളം തരാമോ? മക്കളെ വെള്ളം തടാ. അല്ല, ചേട്ടൻ എവിടെ പോണ്ടേ? എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഇവിടെ അടുത്തുള്ള ഉമാ ലോഡ്ജിലൊന്ന് വിടാവോ? എന്ത് ബുദ്ധിമുട്ട്, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് പോയാലോ? നീ വരുന്നോ? ബസ് സ്റ്റാൻഡിൽ ഇറക്കാം. ഏയ് വേണ്ട, എനിക്കിവിടെ അടുത്തൊന്ന് ബസ്സുണ്ട്. അതുമല്ല ഫ്രണ്ട്സ് 1-2 പേര് വരാനുമുണ്ട്. നമുക്ക് പോവാം. എന്തായാലും അവിടെ ചെന്നിട്ട് നീ വിളിക്കേ. ആ ശരി ചേച്ചി, വിളിക്കാം. വാ വാടാ. ആ എന്താടി? ഡീന്നോ? മഹേന്ദ്രന്റെ മകളാ ഞാൻ. അല്പസ്വല്പം ബഹുമാനമൊക്കെ ആവാം. നിനക്ക് ബസ് കിട്ടിയോടാ? നീ മധുരയിൽ എത്തുന്നവരെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. നീ അവിടെ എത്തുന്നവരെ എന്റെ ശബ്ദം ഉണ്ടാവും നിനക്ക് കൂട്ടിന്. അപ്പൊ നീ എന്നെ ശല്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് സാരം. ആ ആണെന്ന് കൂട്ടിക്കോ. അമ്മേ, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ആ ഉണ്ട്. ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് എന്റെ ജീവിതമാണെന്ന് തോന്നി. എന്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ തീരുമാനം എടുക്കാതെ പറ്റില്ലല്ലോ. നീ എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നത് അതാദ്യം കേൾക്കട്ടെ. രാജീവേട്ടൻ ഏതാണ്ട് എന്നെ ഉപേക്ഷിച്ച മട്ട. അതുകൊണ്ടാണല്ലോ ഡിവോഴ്സ് ലെറ്റർ വിട്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെച്ചിരിക്കാം എന്റെ അമ്മയും അച്ഛനും. രാജീവേട്ടന്റെ വീട്ടിലോ എനിക്ക് അവിടെ സ്ഥാനമില്ല. ഇങ്ങനെ പോയാ ഇവിടെയും സ്വസ്ഥതയോടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട്